എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നവർ നമ്മളെ ഇങ്ങനെ അവഗണിക്കുമ്പോൾ, അതും തുടർച്ചയായിട്ട് അവഗണിക്കുന്നു, നമ്മളെ മൈൻഡ് പോലും ചെയ്യുന്നില്ല, ഒരു വിലയും തരുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അവസരത്തിൽ നമ്മൾ ആകപ്പാടെ തകർന്നു പോകും, നമുക്ക് ഒരുപാട് വിഷമമാവും, എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും നമുക്ക് ചിലപ്പോൾ അറിയത്തില്ലാതെ വരും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ പറയുന്ന കാര്യങ്ങൾ ഒരു സഹായം ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഒന്നാമതായിട്ട്, ചില ബന്ധങ്ങൾ എലിക്കണി പോലെയാണ്. എലി എന്തുകൊണ്ടാണ് കെണിയിൽ വീഴുന്നത്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടട്ടെ, അല്ലേ എൻ്റെ ജന്മനാടിന് വേണ്ടി ഞാൻ എൻ്റെ ജീവൻ ബലി കഴിക്കുന്നു, എന്നാൽ പിന്നെ ഈ കെണി ചടിച്ചത്തേക്കാം എന്നോർത്തിട്ടാണോ? അല്ല. എലി ഈ എലിക്കണിയിൽ വീഴാൻ കാരണം അവിടെ വളരെ എലിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു പദാർത്ഥം എലിക്കണിയിലുണ്ടാവും. ചിലപ്പോൾ ഒരു തേങ്ങാമുറി ആയിരിക്കാം, അതൊക്കെ നല്ല ചുട്ട് നല്ല മണം വരുന്ന രീതിയിൽ വെച്ചിട്ടുണ്ടായിരിക്കും. അതും അല്ലെങ്കിൽ ഒരു ബോണ്ട കഷ്ണമായിരിക്കാം, അതുമല്ല ഒരു കപ്പമൂടായിരിക്കാം, അതും ഈ പറഞ്ഞ പോലെ ചുട്ടെടുത്തൊക്കെ വെക്കുമ്പോൾ നല്ല മണമൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ എലി ഓർക്കും, ഇന്നത്തെ അത്താഴം കുശാൽ ഞാനിന്ന് പൊളിക്കും എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് കയറി ഇത് കപ്പ് ഉപ്പെന്ന് പറഞ്ഞിട്ട് പരിസരം പോലും നോക്കാതെ കഴിക്കും. അപ്പോൾ ഈ കെണിക്കകത്ത് പെടും. പല റിലേഷൻഷിപ്പും ഇതുപോലെയാണ്, നമുക്ക് വളരെ അട്രാക്റ്റീവായിട്ട് തോന്നും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞു, നമ്മൾ ആരെങ്കിലും ഇങ്ങനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, നമുക്കൊരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ മോശ സ്വഭാവം ഒന്നും നമ്മൾ കാണൂല. അയാളുടെ ആ ഒരു ഓള തട്ടയിട്ട് കഴിഞ്ഞാൽ എൻ്റെ സാറേ മുഖം മാത്രമേ കാണുള്ളൂ എന്ന് പറഞ്ഞ പോലെ അവരുടെ ചില നമുക്ക് ഇഷ്ടപ്പെട്ട ക്വാളിറ്റീസ് മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നല്ല സ്വഭാവങ്ങൾ മാത്രമാണ്, വേറെ ഒന്നും നമുക്ക് ആ വ്യക്തിയെക്കുറിച്ച് അറിയില്ല, നമ്മൾ അന്വേഷിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നല്ല കാര്യങ്ങൾ കണ്ട് നമ്മൾ അട്രാക്റ്റഡ് ആയിട്ട് ചെല്ലുന്നു, ഒരു റിലേഷൻഷിപ്പ് ഒന്നും നോക്കാതെ തുടങ്ങുന്നു. അപ്പോഴാണ് നമ്മൾ ഈ കെണിയിൽ പെട്ടുപോയി എന്ന് നമുക്ക് പലപ്പോഴും മനസ്സിലാകുക. ചില ബന്ധങ്ങൾ അങ്ങനെയാണ്. അങ്ങനെ ഒരു കെണി പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. നമ്മൾ ഏതൊക്കെ രീതിയിൽ രക്ഷപ്പെടാൻ ശ്രമിച്ചാലും നമ്മളെ പുറകോട്ട് പിടിച്ചു വലിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ ആ കെണിക്കുള്ളിൽ നിലനിർത്തുന്ന എന്തെങ്കിലും ഒരു ബ്ലോക്ക് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. ചില അവസരങ്ങളിൽ നമുക്ക് മറ്റുള്ളവരുടെ സഹായം വേണ്ടി വരും. ഇപ്പോൾ ഉദാഹരണത്തിന് വിവാഹ ജീവിതമൊക്കെയാണ്, ചില ഭർത്താക്കന്മാർ ഭാര്യമാരെ ഇങ്ങനെ അടിമയാക്കി വെക്കുന്നു, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനെ അടിമയാക്കി വെക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാതെ കിടക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ ലീഗൽ ഹെൽപ്പ് വേണ്ടി വരും, പുറത്തുനിന്ന് ആരെങ്കിലും സഹായം ചെയ്യണം. പക്ഷേ ചിലവർ അതിനൊന്നും ശ്രമിക്കാതെ, അയ്യോ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, എൻ്റെ ജീവിതം ഇവിടെ തീർന്നു, ഈ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയായി പോയി, ഇനിയിപ്പോൾ സഹിക്കുക അല്ലാതെ എന്താ ചെയ്യുക, ജീവിതാവസാനം വരെ ഇങ്ങനെ കടന്നേക്കാം എന്ന് പറഞ്ഞ് ഈ പറഞ്ഞ എല്ലാ പീഡനങ്ങളും സഹിച്ച് അവിടെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അവസാനം ജീവിതം അവിടെ തന്നെ ഹോമിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്കതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളെ സഹായിക്കാൻ ഒരുപാട് ആളുകളുമുണ്ട്. ഇനി അതല്ലെങ്കിലും നമ്മൾ ചില ബന്ധങ്ങളിൽ ഇങ്ങനെ കെണിയിൽ വീണു എന്ന് മനസ്സിലാവുമ്പോൾ പലപ്പോഴും നമുക്ക് രക്ഷപ്പെടാനും അവസരങ്ങളുണ്ട്. ഒരു സ്ഥാപനത്തിൽ ഞങ്ങളുടെ ഇങ്ങനെ എലിക്കണി വെച്ചപ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ എലി വീണ് കഴിഞ്ഞിട്ട് ഈ എലി ഭയങ്കര ബുദ്ധിമാനായിരുന്നു, അത് ശക്തിയായിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ അതിൻ്റെ മൂക്ക് വെച്ച് കുത്തിയപ്പം അതങ്ങ് തുറന്നു പോയി. അത് തുറന്നു പറഞ്ഞാൽ കുറച്ച് തുറന്നു കിട്ടി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ സർവ്വശക്തി ഉപയോഗിച്ച് ഈ എലി രക്ഷപ്പെട്ടു. അപ്പം ഞാൻ ഓർത്തു, ഈ എലിക്ക് നല്ല പവർഫുൾ ആണല്ലോ, അപ്പോൾ എലിക്ക് ബുദ്ധിയുണ്ടല്ലോ. പക്ഷേ ഇതേ എലി തന്നെ പിറ്റേ ദിവസം അതേ കെണിക്കകത്ത് വന്ന് ചാടി. അപ്പോഴും അവൻ രക്ഷപ്പെട്ടു. പക്ഷേ മൂന്നാമത്തെ ദിവസം ഇനി കെണി വന്ന് ചാടി. അപ്പോൾ അത് രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി ചില മുൻകരുതലുകൾ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇനി എലിക്ക് അങ്ങനെ രക്ഷപ്പെടാനായിട്ട് പറ്റിയില്ല. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ചില ബന്ധങ്ങളിൽ നമുക്ക് രക്ഷപ്പെടാനൊക്കെ അവസരം കിട്ടും, പക്ഷെ നമ്മളതൊന്നും ഉപയോഗിക്കത്തില്ല. വീണ്ടും നമ്മളെ പിടിച്ചു നിർത്തുന്ന ചില ആകർഷണീയമായിട്ടുള്ള സംഭവങ്ങൾ ഉള്ളതുകൊണ്ട് അതിൽ നമ്മളിങ്ങനെ മയങ്ങിക്കിടന്ന് അത് മാത്രമേ നമ്മൾ കാണത്തുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ചുറ്റുമുള്ള ആ കെണിയുടെ അപകടം നമ്മൾ മനസ്സിലാക്കാതെ നമ്മൾ തന്നെ നമ്മുടെ ജീവിതം അതിൻ്റെ അകത്ത് ഹോമിക്കുന്ന ഒരു അവസരം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു ബന്ധത്തിലേക്ക് തന്നെ കടന്നു ചെല്ലുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ആ പരിസരം ഒന്ന് നിരീക്ഷിക്കണം. അതായത് ഈ എലി ചാടിക്കയറി എലിക്കണിയിലോട്ട് കയറിയിട്ട് വേണമെങ്കിൽ അപ്പം തന്നെ എലിക്ക് തിരിച്ചിറങ്ങി വന്നാൽ ഈ ഒരു കെണി വീണിട്ടില്ല, അപ്പോഴും എലിക്ക് രക്ഷപ്പെടാൻ സമയമുണ്ട്, പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ല, അതൊന്ന് നോക്കി മനസ്സിലാക്കിയാൽ മതി. പക്ഷേ എലി അതിനുള്ളൊരു എന്താ പറയുക, ഒരു പേഷ്യൻസ് എലിക്കില്ല, ക്ഷമയില്ല. ഈ നല്ല തിന്നാനുള്ള അടിപൊളി സാധനം കാണുമ്പോൾ എലി അങ്ങ് കൂട്ടിക്കയറുന്നു, ചാടി വീഴുന്നു, അത് കപ്പ് ഉപ്പൊന്ന് തിന്നുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ സാധനം കെണി വീഴുന്നു. അല്ലാതെ ഇത് ചുറ്റും ഒന്ന് നോക്കിയായിരുന്നെങ്കിൽ എലിക്ക് മനസ്സിലായാലും എന്തോ പന്തികേടുണ്ടല്ലോ, സംതിങ് ഈസ് ഫിഷി അബൌട്ട് ഇറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എലിക്ക് ഈ കമ്പി ഇരിക്കുന്ന കാണാം, അല്ലെങ്കിൽ അവിടെ വാതിലുണ്ടെന്നൊക്കെ നോക്കും. ഒന്ന് പരിസര നിരീക്ഷണം നടത്തിയ എലിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ക്ലൂ കിട്ടാതിരിക്കത്തില്ല. പക്ഷേ അതിൽ ചെയ്യത്തില്ല, കാരണം എലിയുടെ ആക്രാന്തം കൊണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ചിലരൊക്കെ ഒരാളെ ആദ്യമായിട്ട് കാണുമ്പോൾ തന്നെ സകലതും അങ്ങ് കൈമാറി എല്ലാം നഷ്ടപ്പെടുത്തും. പിന്നെ അവരതിനെ ഓർത്ത് ദുഃഖിക്കാൻ തുടങ്ങും. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഒരാളെ കാണുമ്പോൾ തന്നെ ശരിക്കും അയാളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മൾ അന്വേഷിക്കണം, അയാളുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ പഠിച്ചിരിക്കണം. പിന്നെ നമ്മൾ കാര്യങ്ങളൊക്കെ വളരെ അയാളുമായിട്ട് അടുത്ത് ഇടപഴകിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷം മാത്രമേ ശരിയായിട്ടുള്ളൊരു ബന്ധം വേണോ വേണ്ടയോ എന്ന് തന്നെ തീരുമാനിക്കാവുള്ളൂ. അങ്ങനെ ഒരു ബന്ധത്തിന് പോകുന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ഈ കെണി വീണ പോലെയാവും. പോസിബിളായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും നേരത്തെ തന്നെ നമ്മൾ കണ്ട് മനസ്സിലാക്കണം. അപ്പോൾ പന്തിയെല്ലാം തോന്നി അങ്ങനെ ഒരു റിലേഷൻ നിൽക്കരുത്, അപ്പം തന്നെ എസ്കേപ്പ് അടിച്ചോണം.
ഇനി രണ്ടാമതായിട്ട് സോഷ്യൽ മീഡിയ റിലേഷൻഷിപ്പുകളെക്കുറിച്ച് ഒന്നോടെ റീതിങ്ക് ചെയ്യണം എന്നുള്ളതാണ്. അതായത് ഇന്ന് പലരും സോഷ്യൽ മീഡിയയിലൂടെയാണ് പരിചയപ്പെടുന്നത്. ഇപ്പോൾ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെടുന്നവരുണ്ട്, ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ആപ്പ് വഴിയൊക്കെ പരിചയപ്പെടുന്നവരുണ്ട്. അപ്പോൾ ഈ ഒരു പരിചയം നമ്മളിങ്ങനെ പരിചയപ്പെട്ട് കഴിഞ്ഞ് ചിലപ്പോൾ നേരിട്ടൊന്ന് കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. ചിലരുടെ ഒരു പ്രത്യേകത, അവർ ചിലപ്പോൾ അവരുടെ ഫോട്ടോ പോലും പങ്കുവെച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ കാണാതെയാണ് പ്രേമിക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ഇവരുടെ വാക്കുകൾ ഭയങ്കര സ്വീറ്റായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ഒരു പെൺകുട്ടി ആയിക്കൊള്ളട്ടെ, ഒരു പുരുഷനായിക്കൊള്ളട്ടെ, അവരവരുടെ ഫോട്ടോയും കാണിക്കത്തില്ല, വീഡിയോയും കാണിക്കത്തില്ല, ഒന്നും കാണിക്കത്തില്ല. അവരത് സസ്പെൻസ് ആക്കി വെക്കും. അവർ പറയും നമുക്ക് നേരിട്ട് കാണുമ്പോൾ ഇതൊക്കെ റിവീൽ ചെയ്താൽ പോരെ, എന്തിനാണ് ഇപ്പോഴേ ആ സസ്പെൻസ് പൊളിക്കുന്നത്. അപ്പോൾ അങ്ങനെ പ്രേമിക്കാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ ഇമോഷണലി നമ്മളെ ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആക്കി കഴിഞ്ഞ് കാണാമെന്ന് പറയുന്ന ദിവസം അപ്പോൾ പിന്നെ നമ്മൾ അതിനു മുമ്പേ പല പ്രോമിസുകളും വെക്കും. ഓക്കെ, കണ്ടു കഴിയുമ്പോൾ നമ്മൾ കല്യാണം കഴിക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റതാണ്, ഇതെല്ലാം നമ്മൾ പറഞ്ഞ് ഉറപ്പിച്ച് വെക്കും. എന്നിട്ട് പിന്നെ നമ്മൾ കണ്ടുമുട്ടുമ്പോഴോ നമ്മുടെ ഒരു സങ്കല്പത്തിലുള്ള ഒരു മനുഷ്യനെ ആയിരിക്കത്തില്ല, അല്ലെങ്കിൽ ഒരു സ്ത്രീയെ ആയിരിക്കത്തില്ല. അപ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും. കാരണം നമുക്കെല്ലാവർക്കും നമ്മുടെ മനസ്സിൽ നമ്മുടെ പങ്കാളിയെപ്പറ്റി ഒരു ധാരണയുണ്ട്. അപ്പോൾ അതെല്ലാം ലംഘിക്കുന്ന രീതിയിലുള്ള ഒരു സ്വഭാവമോ അല്ലെങ്കിൽ രൂപമോ ഒക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എങ്കിലും നമ്മൾ ഓൾറെഡി ഇങ്ങനെ പറഞ്ഞുറപ്പിച്ച് വെച്ചതല്ലേ, വാക്കിന് വിലയുണ്ടല്ലോ, അപ്പോൾ നമ്മൾ പ്രോമിസ് കൊടുത്തതല്ലേ എന്നൊക്കെ ഓർത്ത് നമ്മൾ അത് അംഗീകരിക്കും. സത്യത്തിൽ അതൊരു പക്ഷേ അവരുടെ കെണിയായിരിക്കും. നേരത്തെ തന്നെ അവർക്കറിയാം ഒരു പക്ഷേ എന്നെ ഇവർക്ക് ഇഷ്ടപ്പെടത്തില്ല, അപ്പോൾ ഇവരെ ഒരു കെണിയിൽ വീഴിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നമ്മൾ നേരിട്ട് കാണാതെ ഒരിക്കലും സോഷ്യൽ മീഡിയ വഴി ആരോടും ഒരു ബന്ധം സ്ഥാപിക്കരുത്. സ്ഥാപിച്ചാൽ തന്നെ അതങ്ങനെ ഒരുപാട് നമ്മൾ ഇമോഷണലി അറ്റാച്ച്ഡ് ആവരുത്. അവരെ നേരിട്ട് കണ്ട് കാര്യങ്ങളും സിറ്റുവേഷനും ഒക്കെ ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ ഒരു ബന്ധത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് അബദ്ധം പറ്റും. അപ്പോൾ ഇങ്ങനെ ഫോട്ടോ പോലും കാണാതെ എടുത്തു ചാടി സ്നേഹിച്ച് പണി കിട്ടിയ ഒരുപാട് പേരെ നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും നമ്മൾ ചെയ്യരുത്. തന്നെയല്ല, നമ്മൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെടുമ്പോഴും ഇപ്പോൾ അവരെ ഫോട്ടോ ഒക്കെ കണ്ടു, വീഡിയോ ഒക്കെ കണ്ടു, എല്ലാ ദിവസവും നമ്മൾ വീഡിയോ കോൾ വരെ വിളിക്കുന്നുണ്ട്. എങ്കിൽ പോലും ചാടിക്കയറി നിങ്ങൾ സ്നേഹിക്കരുത്. ഇപ്പോൾ ഞാൻ മുമ്പ് ഈ എലിക്കണിയുടെ കാര്യം പറഞ്ഞ പോലെ അതൊക്കെ ഒരു ട്രാപ്പാണോ എന്ന് നമുക്കറിയത്തില്ല. നമ്മളിവരെ നേരിട്ട് കാണുക മാത്രമല്ല, അവരുടെ കുടുംബ പശ്ചാത്തലം അറിയണം, അവരെക്കുറിച്ച് കൂടുതൽ അറിയണം, അവരുടെ ജോലി അറിയണം. അപ്പോൾ ചിലവർക്ക് ജോലി എവിടെയാണെന്ന് ചോദിച്ചാൽ അതുപോലെ അവർ കൃത്യമായിട്ട് പറയത്തില്ല. അപ്പോൾ പങ്കാളിയോടാണെങ്കിൽ അതൊക്കെ പിന്നെ പറയാം എന്നുള്ള രീതിയിൽ അവരെവിടെയാണ് വർക്ക് ചെയ്യുന്നത് ആ സ്ഥാപനം പറയില്ല, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവർ ഒളിച്ചു വെക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഹൈഡ് ചെയ്യുന്നു ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആ ഒരു ബന്ധത്തിൽ അങ്ങനെ വിശ്വസിച്ചിട്ട് എടുത്ത് ചാടരുത്. എല്ലാം കണ്ട് ബോധ്യപ്പെട്ട് അവർ ഓക്കെ ആണ് എന്ന് മനസ്സിലായിട്ട് മാത്രമേ നമ്മൾ ആ ഒരു ബന്ധത്തിലേക്ക് ഏർപ്പെടാവുള്ളൂ. അല്ലെ തന്നെ ബന്ധങ്ങൾ ഇതെല്ലാം അറിഞ്ഞിട്ട് ബന്ധങ്ങളിൽ ഏർപ്പെട്ടാൽ പോലും റിസ്ക്കാണ്. അപ്പോൾ നമ്മളിതൊന്നും അറിയാതെ ബന്ധങ്ങളിൽ ഏർപ്പെട്ടാലോ, പലരും അങ്ങനെ വിഷമിച്ചിരിക്കുന്നവരുണ്ട്. ജസ്റ്റ് സോഷ്യൽ മീഡിയയിൽ കണ്ടതിൻ്റെ പരിചയത്തിൻ്റെ പേര് വലിയ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റായി, ബോണ്ടായി, പിന്നെ പിരിയാൻ പറ്റാത്ത അവസ്ഥ. പക്ഷേ നേരിട്ട് കണ്ടപ്പോഴാണ് ഇവന്മാർ കള്ളന്മാരായിരുന്നു, അല്ലെങ്കിൽ ഇവളുമാരുള്ള കള്ളികളായിരുന്നു, അല്ലെങ്കിൽ പല പ്രശ്നങ്ങളും ഇവർക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ പിന്നെ ഇട്ടിട്ട് പോകാനും മേല, മദ്രിഫിക്കേഷൻ കാരണം തുപ്പാനും മേല, കൈപ്പിഫിക്കേഷൻ കാരണം ഇറക്കാനും മേല എന്നുള്ള ഒരു സ്ഥിതിയിലായിട്ട് നിൽക്കുകയാണ്. പിന്നെ അത് തന്നെയല്ല, ഇവർ നേരിട്ട് കാണുമ്പോൾ ചിലപ്പോൾ മറ്റേ വ്യക്തിക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ അവർ പിന്നെ അവഗണിച്ച് എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ തുടങ്ങും. കാരണം അവരുടെ കോൺസെപ്റ്റിലുള്ള വ്യക്തിയല്ല ഈ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അവർ അവഗണിക്കാൻ തുടങ്ങും, നിങ്ങളെ ഒഴിവാക്കാനായിട്ട് നോക്കും. അപ്പോൾ അത് ഭയങ്കര പ്രശ്നങ്ങളിലേക്കൊക്കെ വഴിതെളിക്കും. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള അവഗണനയിലേക്കും പ്രശ്നങ്ങളിലേക്കൊക്കെ പോകുന്നത്? അപ്പോൾ അതൊക്കെ നമുക്ക് ഒരു പരിധിവരെ ഈ രീതിയിൽ നമ്മൾ വിവേകത്തോടെ വന്നു കഴിഞ്ഞാൽ ഒഴിവാക്കാൻ പറ്റും. ഇനി മൂന്നാമായിട്ട്, റിലേഷൻഷിപ്പിൽ ഭീഷണി ഉയർത്തുന്നവരെ ഒരിക്കലും വിശ്വസിക്കരുത്, അവരുടെ അടുത്ത് ബന്ധം തുടർന്ന് പോകരുതെന്നുള്ളതാണ്. അതായത് ഇന്ന് നിങ്ങളോട് ഭയങ്കര പുന്നാരെ ചക്കര എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്നേഹം, പക്ഷേ നിങ്ങൾ തമ്മിലൊരു തെറ്റിദ്ധാരണ ഉണ്ടാകുമ്പോൾ, ഒരു വഴക്കുണ്ടാകുമ്പോൾ അപ്പോഴേ ഭീഷണി ഉയർത്തുന്നവരുണ്ട്. ഇതുവരെ വളരെ സ്നേഹത്തിലായിരുന്ന വ്യക്തി നിങ്ങളുടെ ശത്രുവായി മാറുന്നു, അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ ഒരു ശത്രുവായിട്ട് പരിഗണിക്കുന്നു, നിങ്ങളോട് അതുപോലെ വൈരാഗ്യത്തോടു കൂടി പെരുമാറുന്നു, നിങ്ങളെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങുന്നു. എന്നാൽ ഈ ഒരു പ്രശ്നം, ആ തെറ്റിദ്ധാരണയൊക്കെ മാറിക്കഴിയുമ്പോൾ വീണ്ടും ഈ വ്യക്തി പഴയ പോലെ തന്നെ വളരെ ഒന്നും സംഭവിക്കാത്ത രീതിയിൽ വളരെ സ്വീറ്റായിട്ട് നിങ്ങളോട് സംസാരിക്കുന്നു, ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നു. പക്ഷേ ഒരു ദേഷ്യം വന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊന്ന് പിണങ്ങുമ്പോൾ ഉടനെ തന്നെ നിങ്ങളുടെ ശത്രുവായി മാറുകയും നിങ്ങളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പോൾ നിന്നെ ഞാൻ നാണം കെടുത്തും, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ നിങ്ങൾക്കെതിരെ വീഡിയോ ഇടും, അതുമല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ കള്ളക്കേസ് കൊടുക്കും, അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ എല്ലാവരുടെ മുമ്പിൽ നാറ്റിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പല രീതിയിൽ ഭീഷണിപ്പെടുത്തുന്നവരുണ്ട്. അത് സ്ത്രീകളും അങ്ങനെ ഭീഷണിപ്പെടുത്താറുണ്ട്, പുരുഷന്മാരും അങ്ങനെ ഭീഷണിപ്പെടുത്താറുണ്ട്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങൾ പിരിയുമ്പോൾ പോലും നിങ്ങളെ ആ രീതി, അല്ലെങ്കിൽ നിങ്ങളൊരു വഴക്കുണ്ടാകുമ്പോൾ പോലും ഈ രീതി ഭീഷണി ഉയർത്തുന്നുണ്ടെങ്കിൽ, അവർ പിന്നെ ആ ഒരു ദേഷ്യം കഴിഞ്ഞിട്ട് വീണ്ടും പഴയ പോലെ ആവുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ അങ്ങനെയുള്ളവരെ സൂക്ഷിക്കണം. ഒരിക്കലും അവരെ നിങ്ങൾ വിശ്വസിക്കരുത്. ഒരിക്കലും അത്തരക്കാരോട് കൊടുത്ത് നിങ്ങളൊരു റിലേഷൻഷിപ്പ് സ്ഥാപിക്കരുത്. പണി ഉറപ്പായിട്ട് കിട്ടും. ഇപ്പോൾ നിങ്ങൾ വിവാഹം കഴിച്ചെന്ന് വെച്ചു, വിവാഹം കഴിച്ചാലും നിങ്ങൾ തമ്മിലൊരു പ്രശ്നമുണ്ടെങ്കിൽ, ഇപ്പം ഒരുപാട് മുന്നോട്ട് പോകാത്ത പ്രശ്നങ്ങൾ വരുമ്പം എല്ലാവരും ഡിവോഴ്സിൽ അഭയം കണ്ടെത്തും. പക്ഷേ ഇങ്ങനെ പ്രശ്നമുള്ളൊരു വ്യക്തി, അയാളിങ്ങനെ ശത്രുവാകുന്ന വ്യക്തി, നിങ്ങൾ അയാളിൽ നിന്ന് ഡിവോഴ്സ് നേടി പോകാൻ നോക്കുമ്പോൾ ഉടനെ അയാൾ നിങ്ങളെ വിടത്തില്ല. ജീവിതകാലം മുഴുവൻ നിങ്ങളെ ഇങ്ങനെ സഫർ ചെയ്യിപ്പിച്ച് ചിരിക്കാനാണ് അയാൾക്ക് ഇഷ്ടം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡിവോഴ്സ് എന്ന് പറയുമ്പോൾ അയാൾ നോ എന്ന് പറയും.
നീ ഡിവോഴ്സ് ചെയ്യാൻ നിങ്ങൾ മുന്നിട്ടിറങ്ങുമ്പോൾ നിങ്ങൾക്ക് പല രീതിയിലുള്ള ഭീഷണി അയാൾ മുന്നിൽ വെക്കും. നീ ഡിവോഴ്സ് ചെയ്താൽ ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ വല്ലാണ്ട് ഭീഷണിപ്പെടുത്തുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇത് റിലേഷൻഷിപ്പിൻ്റെ തുടക്കത്തിൽ തന്നെ ഈ സ്വഭാവക്കാർ ആ സ്വഭാവം കാണിക്കാതിരിക്കത്തില്ല. ചെറിയ നിസ്സാര കാര്യങ്ങളുടെ പേരിൽ പോലും നിങ്ങളെ ഭീഷണിപ്പെടുത്തും. നീ അങ്ങനെ ചെയ്താൽ ഞാൻ ഇങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ എനിക്ക് ടെസ്റ്റ് അയച്ചില്ലേ ഞാൻ ഇങ്ങനെ ചെയ്യും, എന്നെ കാണാൻ വന്നില്ലേ ഞാൻ ഇങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ കല്യാണം കഴിച്ചില്ലേ ഇങ്ങനെ ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആദ്യമേ തന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ ഒരു കാരണവശാൽ അവരിനി എത്ര നല്ല രീതിയിൽ നിങ്ങളോട് പിന്നീട് ബിഹേവ് ചെയ്താലും അവരെ അക്സെപ്റ്റ് ചെയ്യരുത്. അവർ നിങ്ങളെ തീർച്ചയായിട്ടും ചതിക്കും. ഇനി നാലാമായിട്ട് റിലേഷൻഷിപ്പിലെ മാവേലിമാരെ നിങ്ങൾ വിശ്വസിക്കരുതെന്നുള്ളതാണ്. അത് ചിലവർ ഇങ്ങനെ മഴ കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെ നമ്മൾ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അവരുടെ ഒരു മെസ്സേജിന് വേണ്ടിയിട്ട്, അവർ നമ്മളൊന്ന് വിളിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അവർ ചിലപ്പോൾ ഇങ്ങനെ ഓടി വന്ന് നമ്മളോട് മിണ്ടും. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാവും. ഇങ്ങനെ ദാഹിച്ചിരിക്കുന്ന ഭൂമിയിലേക്ക് മഴത്തുള്ളി വീണ പോലെ ഒരു കുളിർമ, നമുക്ക് ഭയങ്കര സന്തോഷമാവും. അപ്പോൾ ഇയാൾക്ക് എന്നോട് സ്നേഹമുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്കൊരു പ്രതീക്ഷ തന്നിട്ട് അവർ പോകും. പക്ഷേ പിന്നെ കുറേ കഴിയുമ്പോൾ ഇവരെ കാണത്തില്ല. ഇതുപോലെ ഇടയ്ക്ക് വരും ഇടയ്ക്ക് പോകും. എങ്ങനെ മാവേലിമാരായിട്ടുള്ളവരുണ്ട് റിലേഷൻഷിപ്പിൽ. അങ്ങനെയുള്ളവരെ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കരുത്. കാരണം അതിഥിയുമായിട്ട് നിങ്ങളെ ശരിക്കും സ്നേഹിക്കുകയോ നിങ്ങളോട് ഒരു കമ്മിറ്റ്മെൻറ്റ് ഇല്ലാത്തവരാണ്. അവർക്ക് തോന്നുമ്പോൾ അവരുടെ സമയത്തിനനുസരിച്ച് ഇടയ്ക്ക് വന്ന് തല കാണിച്ച് നിങ്ങളെ ആ റിലേഷൻഷിപ്പിൽ കുടുക്കിയിടുകയാണ് അവർ ചെയ്യുന്നത്. അതായത് നിങ്ങൾ ആ റിലേഷൻഷിപ്പ് മടുത്ത് ഉപേക്ഷിച്ച് ഇയാളെന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല എന്ന് ഇട്ടിട്ട് പോകാൻ തുടങ്ങുമ്പോൾ കറക്റ്റ് അവർ ആ സമയത്ത് അവതരിക്കും. എന്നിട്ട് നിങ്ങളോട് ചാറ്റ് ചെയ്യും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പെരുമാറും. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. ഇവനപ്പം ഞാൻ ഉദ്ദേശിച്ച പോലെയല്ല, എൻ്റെ തെറ്റിദ്ധാരണയായിരുന്നു. അപ്പോൾ അയാൾ പറയും, എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്, തിരക്കായിപ്പോയി, ജോലി തിരക്കാണ്, അങ്ങനെ കുറേ എക്സ്ക്യൂസസ് ഒക്കെ പറയും, ഉടൻ തന്നെ ന്യായങ്ങളൊക്കെ പറയും. പക്ഷേ ആത്യന്തികമായിട്ട് ഇതങ്ങ് കഴിഞ്ഞു. പക്ഷേ പിറ്റേ ദിവസം തൊട്ട് പഴയ പോലെ തന്നെയാണ്. നിങ്ങളോട് മിണ്ടാനും വരത്തില്ല, നിങ്ങളോട് ചാറ്റ് ചെയ്യാൻ വരും. വീണ്ടും നിങ്ങളിങ്ങനെ നോക്കിയിരുന്ന് മടുത്ത് പോകാൻ തുടങ്ങുമ്പോൾ വീണ്ടും ഇങ്ങനെ വരും. അപ്പോൾ ആ രീതിയിൽ അപ്പോൾ അങ്ങനെയുള്ളവരുടെ ഉദ്ദേശം എന്താണ്? അവരുടെ ഒരു ടൈം പാസിന് വേണ്ടിയിട്ട് നിങ്ങളെ അവിടെ വെറുതെ യൂസ് ചെയ്യുകയാണ്. അവർക്കെപ്പോൾ വേണം തോന്നുന്നു അപ്പോൾ മാത്രം അവർ വന്ന് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അല്ലാത്ത ഫുൾ ടൈം അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്ന പോലുമില്ല. അവരെ സംബന്ധിച്ച് നിങ്ങളൊരു പ്രയോറിറ്റിയേ അല്ല. അതുകൊണ്ട് അവരുടെ കയ്യിൽ ഒരു കളിപ്പാവ് മാത്രമാണ് നിങ്ങൾ. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി അത്തരം ബന്ധങ്ങളിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുക. അപ്പോൾ ഇടയ്ക്ക് എന്തിനാണ് ഇവരിങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടാതിരിക്കാനാണ്. കാരണം നിങ്ങൾ ഇവരുടെ ഈ കെണി മനസ്സിലാക്കി, ചതി മനസ്സിലാക്കി നിങ്ങൾ ഇവരുടെ ഈ ഇമോഷണൽ ബോണ്ടിങ്ങിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഉടനെ അവർ വന്ന് അതിൽ നിന്ന് രക്ഷപ്പെടാതിരിക്കാൻ വീണ്ടും നിങ്ങൾക്ക് പ്രതീക്ഷ തന്നിട്ട് പോകുന്നു. അല്ല, ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, നിങ്ങളോട് മിണ്ടും, നിങ്ങളെ അവഗണിച്ചില്ല എന്നുള്ള രീതിയിൽ ഒരു പോസിറ്റീവ് സിഗ്നൽ തരും. വീണ്ടും നമ്മൾ അവിടെ കുടുങ്ങി കിടക്കും. അപ്പോൾ ഇവൻ ഇനിയും വരും. അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും കിടക്കണം. അപ്പോൾ സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ. അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ വെറുതെ പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ ആ പ്രതീക്ഷ വഴി നമ്മൾ അമിത പ്രതീക്ഷയായിട്ട് വെറുതെ അവിടെ ഇരിക്കുന്നു. വല്ലപ്പോഴും ഇയാൾ വരുന്നു, അല്പം ദാഹജലം തരുന്നു, പോകുന്നു. അപ്പം നമ്മുടെ സ്ഥിതി എന്നും വറ്റി വരേണ്ട ഒരു ഭൂമി പോലെയാണ്. മഴയ്ക്ക് വേണ്ടി ഈ കാത്തിരിപ്പ് തുടരും. അത് ജീവിതകാലം വഴി അങ്ങനെ തുടരും. അത് കഴിഞ്ഞാൽ അവസാനം ഇവൻ മാവേലിയെ പോലെ തന്നെ അവസാനം ഒരു പോക്കങ്ങ് പോകും. പിന്നെ ഒരിക്കലും ഒന്നും തിരിച്ചു വരത്തില്ല, അല്ലെ അവൾ തിരിച്ചു വരത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾ ഒരിക്കലും തുടർന്നുകൊണ്ട് പോരും. തുടക്കത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഒരു ദിവസം മെസ്സേജ് അയക്കുന്നു, പിന്നെ 10 ദിവസം മെസ്സേജ് ഇല്ല, വീണ്ടും മെസ്സേജ് അയക്കണം, പിന്നെ മെസ്സേജ് ഇല്ല. അപ്പോൾ അങ്ങനെയുള്ളവർ നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്ത് അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് അവിടെ വെച്ച് തന്നെ അവസാനിപ്പിക്കുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ നമ്മൾ തുടക്കത്തിൽ തന്നെ ഇതൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കി വിവേകപൂർവ്വം ചെയ്യുകയാണ്. നിങ്ങൾ ഒരിക്കലും പിന്നെ അങ്ങനെ അവഗണിക്കപ്പെടത്തൊന്നുമില്ല.